4 തേങ്ങ, 1.5 കിലോ ശർക്കര, 50 ഗ്രാം കിസ്മസ് അത് ഉണക്കമുന്തിരിങ്ങ, 10 ഗ്രാം ഏലക്ക, 50 ഗ്രാം കശുവണ്ടി, 50 മില്ലി നെയ്യും കൂടി നമുക്ക് ഇത് പായസത്തിന് വേണം. ഇനി ഈ ചെറുപയർ പരിപ്പ് നമുക്കൊന്ന് വറുത്തെടുക്കണം. ചീഞ്ചട്ടിയിലിട്ടൊന്ന് ചൂടാക്കി വറുത്തെടുക്കാം. ഞാൻ ഈ പരിപ്പ് ഒന്ന് വറുത്തെടുക്കട്ടെ. കരിഞ്ഞു പോകില്ല, ചെറു തീയിലിട്ടൊന്ന് വറുത്തെടുക്കും നിങ്ങൾ. അതിൻ്റെ ഒരു പച്ച മണം പോകുന്നിടം വരെ മാത്രം. പയർ ചൂടാകുന്ന സമയം കൊണ്ട് നമുക്ക് ശർക്കര പാനി കാച്ചാം. ഇതിന് ഞാൻ 2 ഗ്ലാസ് വെള്ളമാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് ശർക്കര ഇടാം. എന്നിട്ട് നമ്മൾ പാനി കാച്ചി എടുക്കണം. ശർക്കര ഞാൻ പാനി കാച്ചാൻ ഞാൻ ഗ്യാസിലേക്ക് വെച്ചു. തീ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെക്കാം. ഇവിടെ പരിപ്പ് ചൂടായിട്ടുണ്ട്. അത് വറക്കല്ല ആരും, കാരണം അതിൻ്റെ പച്ചച്ചുവ പോകാൻ വേണ്ടി മാത്രം ഒന്ന് ചൂടാക്കി എടുത്തേക്കുന്നത്. ഇനി ഇത് കഴുകിക്കൊണ്ട് വന്ന് കുക്കറിൽ വെക്കണം. കുക്കറിനകത്ത് 4 ഗ്ലാസ് വെള്ളം ഞാൻ വെച്ചിട്ടുണ്ട്. 4 ഗ്ലാസ് വെള്ളം. ഈ 4 ഗ്ലാസ് വെള്ളത്തിൽ കുക്കറിൽ നമ്മളിത് വേവിച്ചെടുക്കണം. ഞാൻ നേരത്തേക്ക് പരിപ്പൊന്ന് കഴുകട്ടെ. ഇനിയിപ്പോൾ നമ്മൾ കഴുകിയെടുത്തുകൊണ്ട് വന്ന പരിപ്പ് കുക്കറിലോട്ട് ഞാൻ ചേർക്കുന്നു. ഇതൊന്ന് വേവിച്ചെടുക്കാൻ പോവാണ്. ഏകദേശം ഒരു 2 വിസിൽ അടിച്ചു കഴിഞ്ഞിട്ട് ഒരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെക്കണം. അല്ലെങ്കിൽ നല്ലോണം വേഗത്തുള്ളൂ. പരിപ്പ് നല്ലോണം വേകണം. അന്നേരം ഈ സമയം കൊണ്ട് ഞാൻ നാളികേരം ഒന്ന് ചിരണ്ടി എടുക്കട്ടെ. 4 നാളികേരം ചിരണ്ടി എടുക്കണം. തേങ്ങ ഞാൻ ചിരണ്ടി മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. 1-ാം പാലും 2-ാം പാലും 3-ാം പാലും ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അണ്ടിപ്പരിപ്പും കിസ്മിസും നെയ്യിൽ വറുത്തെടുക്കാം. നെയ്യ് ഒഴിക്കട്ടെ. നെയ്യ് ചൂടാകട്ടെ. നമ്മുടെ നെയ്യ് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് കശുവണ്ടി ചേർക്കാം. കശുവണ്ടി ഒന്നും മരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് എടുത്ത് വെച്ച കിസ്മസ് നമുക്ക് ചേർക്കാം. കരിയല് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ കരിയാതെ. ഇത് ഓക്കെ, ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓഫാക്കാം. കശുവണ്ടി മുന്തിരിങ്ങയും മൊത്തം ഞാൻ മാറ്റി വെച്ചു. ഇനിയിപ്പോൾ ഒരു ഉരുളിയാണ് ഞാനിപ്പോൾ എടുത്ത് വെച്ചേക്കുന്നത്. നേരം പരിപ്പ് ചേർക്കാം. പരിപ്പ് നല്ലവണ്ണം നമ്മളൊന്ന് ഉടയ്ക്കണം തവിയിട്ട്, കാരണം കട്ട കെട്ടലും. പരിപ്പ് നമ്മൾ കുക്കറിൽ വേവിച്ചാലും നല്ലോണം തവി കൊണ്ടൊന്ന് ഉടച്ചുകൊണ്ടിരിക്കണം. ഉടച്ച് കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ ചെയ്തെടുക്കുക. പരിപ്പ് നല്ലവണ്ണം ഇങ്ങനെ ഇളക്കുക. കട്ട ഇടാതെ നല്ലോണം ഇളക്കി കൊണ്ടിരിക്കുക. ഈ ശർക്കര ഇതിലേക്ക് ഒഴിക്കുന്നത് ശർക്കര അരിച്ചിട്ട് ഒഴിക്കാറുള്ളൂ. അല്ലെങ്കിൽ അതിനകത്ത് ഈ കല്ലും മണ്ണും അഴുക്കൊക്കെ കാണും. അന്നേരം നമ്മൾ പാനി കാച്ചി കഴിയുമ്പോൾ അത് നല്ല അരിച്ചിട്ടൊക്കെ ഒഴിക്കണം. ശർക്കര നല്ലവണ്ണം ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, ശരിക്കും നല്ലോണം അടിയിൽ പിടിക്കാതെ. ഇനി ഇതിലേക്ക് ഇപ്പോൾ നല്ലോണം ഇത് വെന്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 2-ാം പാലും ചേർക്കുക. അടി പിടിക്കല്ലേ, നല്ലവണ്ണം നമ്മൾ ചട്ടകം കൊണ്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. നേരത്തെ 2-ാം പാലാണ് നമ്മൾ ഒഴിച്ചത്. അന്നേരം നല്ലോണം ഇത് ഇളക്കണം. ഒരിക്കലും ഇത് ഇളക്കാതിരിക്കലും, കാരണം അടിയിൽ പിടിക്കും. ഇനി ഇത് 3-ാം പാല് നമുക്ക് ഒഴിക്കാം. എന്നിട്ട് വീണ്ടും ഇത് നല്ലവണ്ണം ഇളക്കി കൊടുക്കണം, അടിയിൽ പിടിക്കാതെ. ശരിക്കും ഇളക്കില്ലെങ്കിൽ അടിയിൽ പിടിക്കും.
നമ്മൾ അലുവായ്ക്കൊക്കെ ഇങ്ങനെ വറ്റുന്നോട്ട് തന്നെ ശരിക്കും തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം. നല്ലോണം തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നാം പാലൊഴിക്കുക. പെയ്യ ഒഴിക്കാതെ മേത്ത് തെറിക്കറ്റും പെയ്യ ഒഴിച്ചു കൊടുക്കുക. ഇനി നല്ലവണ്ണം ഇത് ഇളക്കുക. നല്ല വരട്ടുന്ന തൊട്ട് നല്ലോണം ഇളക്കിക്കൊണ്ടിരിക്കുക. ഇനി നമുക്കിതിലേക്ക് ഞാൻ ഏലക്ക പൊടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ, അത് ഇതിലേക്ക് ചേർക്കാം. നല്ലോണം ഇളക്കുക. നല്ലോണം ഇളക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. നമ്മുടെ പായസം നല്ലോണം പതയായി വന്നിട്ടുണ്ട്, തിളച്ച് വന്നിട്ടുണ്ട്. ഇത് നല്ല കുറി വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് കശുവണ്ടി മുമ്പ് എടുത്തു വെച്ച ക്രിസ്മസും കൂടെ ഞാനിത് ചേർക്കുന്നു. അങ്ങനെ നമ്മുടെ ഓണം സ്പെഷ്യൽ പായസം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.